ക്ലോക്കിൽ എപ്പോഴും 10:10 സമയം ഡിസ്പ്ലേ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ പല കഥകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ ഒരു മിത്ത് പോലെ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. We have seen in many advertisements the time displayed on the watch is 10:10. Do you know why it's shown like that? നമ്മളിപ്പോൾ ഒരു സമയം എടുക്കുക, ഒരു 3:10 എടുത്തു എന്ന് വെച്ചോ. അതൊരു സിമെട്രിക്കൽ അല്ല അല്ലേ? അത് ഒരു സൈഡിൽ മിഡിലൊരു നീഡിൽ നിൽക്കുന്നു, അവർ നീഡിൽ നിൽക്കുന്നു, അപ്പുറത്ത് മിനിറ്റ് നീഡിൽ നിൽക്കുന്നു. അപ്പോൾ അതൊരു സിമെട്രിക്കൽ ടൈം അല്ല. ഞാനിപ്പോൾ പറഞ്ഞ 3:10. അതുപോലെ 10:20 എടുത്തോളൂ. ഏത് ടൈം എടുത്താലും നമുക്കൊരു സിമെട്രി ഫീൽ ചെയ്യില്ല. പക്ഷേ മണിക്കൂർ സൂചി 10ലും, അതായത് ചെറിയ സൂചി 10ലും വലിയ സൂചി 2ലും നിൽക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫ്രെയിം അല്ലെങ്കിൽ സിമെട്രി ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒരു പെർഫെക്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലി പറഞ്ഞ പോലെ ഒരു സ്മൈലി ഫേസ് നമുക്ക് കാണാൻ കഴിയത്രേ. ഒരു പീപ്പിൾ പ്ലീസിങ് അങ്ങനെ അത് ഒരു റീസണായിട്ട് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ ഒരു ക്ലോക്ക് എടുത്ത് നോക്കാം കേട്ടോ. അപ്പം ആ ക്ലോക്കിൻ്റെ നടുവിലായിരിക്കും അതിൻ്റെ ലോഗോ എഴുതിയിട്ടുണ്ടാവുക, അതിൻ്റെ ഏത് ബ്രാൻഡ് എന്ന് എഴുതിയിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ വേറെ ഏത് സൈഡിലും നമ്മൾ അതിൻ്റെ നീഡിൽ വെക്കുമ്പോൾ ആ ലോഗോൻ്റെ വിസിബിലിറ്റി കുറവായിരിക്കും. ലോഗോ വിസിബിലിറ്റിക്കും വേണ്ടിയിട്ടും കൂടിയാണ് ഈ 10:10 ടൈം മിക്ക വാച്ച് ബ്രാൻഡുകളും ചൂസ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ ആ ലോഗോ മിഡിലിൽ എഴുതുമ്പോൾ കറക്റ്റായിട്ട് വാങ്ങുന്ന ആൾക്ക് മനസ്സിലാവണം ഇന്ന ബ്രാൻഡിൻ്റെ ആണ് ഈ വാച്ച് അല്ലെങ്കിൽ ഈ ക്ലോക്ക് എന്നുള്ളത്. ആ 10:10 ഹാൻഡ് സ്വീപ്പ് അപ്വേർഡ്, ഒരു വി ഷേപ്പാണല്ലോ കിട്ടുന്നത്. ആ വി ഷേപ്പ് പെർഫെക്റ്റ്ലി ഫ്രെയിം ചെയ്യുമ്പോൾ ആ ലോഗോനെ ബ്ലോക്ക് ചെയ്യാണ്ട് തന്നെ കൺസ്യൂമറിന് സുഖമായി അകലെ തന്നെ കാണാൻ പറ്റും ഇത് ഈ ഒരു കമ്പനിയുടെ ക്ലോക്കാണെന്നാണ്. ഇതാണ് ഒരു റീസൺ പറയുന്നത് ഈ 10:10 നീഡിൽസ് സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. പിന്നെ ആ പെർഫെക്റ്റ് സിമെട്രിയുടെ കാര്യം പറഞ്ഞല്ലോ. ഒരു കൺസ്യൂമർ വാങ്ങാൻ വരുമ്പോൾ, നമ്മൾ ഒരു ക്ലോക്ക് വാങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അപ്വേർഡ് ആംഗിൾസ് കാണാമല്ലോ, വി പോലെ കാണാം. ഈ വി പോലെ കാണുമ്പോൾ സ്മൈലിംഗ് ഫേസിനെ റിസംബിൾ ചെയ്യണു എന്നാണ് പറയുന്നത്. അതായത് കുറച്ചൊരു കൺസ്യൂമറിന് ഇൻവൈറ്റിംഗ് ആയിട്ടുള്ളൊരു സൈക്കോളജിക്കൽ ഫീലിംഗ് ഉണ്ടാക്കും. ദാറ്റ് മേക്ക് ദ പ്രൊഡക്റ്റ് മോർ ഇൻവൈറ്റിംഗ്. പോയിൻറ്റിങ് ഹാൻഡ്സ് ഡൗൺ, ഇപ്പോൾ ഈ പോയിൻറ്റിങ് ഹാൻഡ്സ് ഡൗൺ ആണെന്ന് വെച്ചോ, അതൊരു ഫ്രോണിങ് ഫേസ് ആണ് ഉണ്ടാക്കുക. ഇൻ കേസ് ഇഫ് വി സെറ്റ് ഇറ്റ് 8:20 അങ്ങനെയൊക്കെ ആണെങ്കിൽ. നേരെ മറിച്ച് അപ്വേർഡ് ആങ്കിൾ ആകുമ്പോൾ ഇറ്റ് റിസംബിൾസ് സ്മൈലിംഗ് ഫേസ് വിച്ച് അൺകോൺഷ്യസ്ലി ജനറേറ്റ് പോസിറ്റീവ് ഇമോഷൻസ് ആൻഡ് മേക്ക് ദ പ്രൊഡക്റ്റ് ഫീൽ മോർ ഇൻവൈറ്റിംഗ്. കുറച്ചുകൂടി കൺസ്യൂമേഴ്സിനെ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നതാണ് വാച്ച് കമ്പനിക്കാർ കരുതുന്നത്. ക്ലിയർ ഡിസൈൻ എലമെൻറ്റ്, ഈ സ്പെസിഫിക് ഹാൻഡ് പൊസിഷൻ ഇങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ 10:10 കീപ്പ് ചെയ്യുമ്പോൾ ക്ലിയറായിട്ട് നമുക്ക് ഡേറ്റ് വിൻഡോസ് കാണാൻ പറ്റും, അതുപോലെ സബ് ഡയൽസ് കാണാൻ പറ്റും. ക്രോണോഗ്രാഫ്സ് ഓൺ ദ വാച്ച് ഫേസ് റിമൈൻ ക്ലിയർലി വിസിബിൾ ടു ദ ബയർ. അതാണ് വേറൊരു റീസൺ. അതുപോലെ തന്നെ കുറേ സ്റ്റഡീസ് നടത്തിയപ്പോൾ 10:10 ക്ലോക്ക് സെറ്റ് ചെയ്തപ്പോൾ കുറച്ചധികം ബയേഴ്സിന് കിട്ടി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഓൺ ഒബ്സർവേഴ്സ് ഇമോഷൻസ് ആൻഡ് ഇറ്റ് മേക്സ് ഇൻറ്റൻഷൻ ടു ബൈ. കുറേ സ്റ്റഡീസ് നടത്തിയപ്പോൾ അങ്ങനെ കണ്ടെത്തി. അതിനുശേഷമാണ് കുറേ വാച്ച് കമ്പനിക്കാർ ഈ 10:10 ക്ലോക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എല്ലാം പറയുന്നത്. ഇത്തരം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് കേൾക്കാനും അമേസിങ് ഫാക്ട്സ് ലിസൺ ചെയ്യാനും ഇഷ്ടമാണോ? എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇന്നത്തെ അമേസിങ് ഫാക്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തുകൊണ്ടാണ് ക്ലോക്ക് 10:10 വയ്ക്കുന്നുള്ള ഒരു രസകരമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത. 10:10 എന്തുകൊണ്ടാണ് ക്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് രസകരമായ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ജിത.